ഈ സിനിമയിലേക്കുള്ള അവസരം സാറിനെ തേടി വരികയായിരുന്നു അതോ സാറ് തേടി പോവുമായിരുന്നു? അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. 1-2 ഡയറക്ടേഴ്സിനെ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടുണ്ട്. ആകാശവാണിയിൽ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ പത്മരാജൻ സാറിനെ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വാർത്ത ഒരു പ്രത്യേക ശൈലിയിലൊക്കെ പത്മരാജൻ സാറിൻ്റെ വാർത്ത കേൾക്കുന്നതിന് ഒരു സുഖമായിരുന്നു. പത്മരാജൻ സാറൊക്കെ വാർത്ത വായിക്കുമായിരുന്നല്ലേ? അദ്ദേഹം എത്രയോ പടം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വാർത്ത വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ഇതിലുകൾ അവതരിപ്പിച്ചിട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പത്മനാഭ സാറിനെ കാണും. നമസ്തേ സാർ, സാറിൻ്റെ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി പറയും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ശൈലിയാണ്, നോക്കാം. പിന്നെ ഒരിക്കൽ ശശികുമാർ സാറ് അമൃത ഹോട്ടലിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെന്ന് കണ്ടിരുന്നു വേറൊരു ഫ്രണ്ട് വഴി. സാറ് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, കുഞ്ഞേ തീർച്ചയായിട്ടും നോക്കാം, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ആദ്യത്തെ അവസരം എന്നെ തേടി വരികയായിരുന്നു. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശശികുമാർ സാറിനെയും പത്മനാഭ സാറിനെ കാണുന്ന സമയത്ത് സാറിന് ജോലിയുണ്ടോ? ഉണ്ട് 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 ഞാൻ പറയാമല്ലോ, ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മോഹൻലാൽ, സുരേഷ് കുമാർ, സനൽകുമാർ, MG ശ്രീകുമാർ, പ്രിയദർശൻ, അതിൽ MG ശ്രീകുമാറിന് മാത്രം ജോലി ഉണ്ടായിരുന്നു. SBTയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ഉണ്ടായിരുന്നു. ബാക്കി 4 പേരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഞാനും MG ശ്രീകുമാറും ഞങ്ങൾ ജോലി തേടിയാണ് ആദ്യം പോയത്. എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം ബാങ്കിൽ കുറച്ചാണ് ഞാൻ ജോലി ചെയ്തു, പിന്നെ കോളേജിലേക്ക് കയറി. കോളേജിൽ പോകുന്ന ബാങ്കിലാണ് ഞാൻ കാനറ ബാങ്കിൽ കുറച്ചാളുണ്ടായിരുന്നു. അപ്പോൾ MCOMൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥനായി മാറിയിരുന്നു. അതേപോലെ ശ്രീകുട്ടൻ SBTയിൽ എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ഈ പ്രിയനും ലാലും സുരേഷും സനലും ഒക്കെ വലിയ റിസ്ക് എടുത്തു. അവർ വേറൊരു ജോലി അല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. അവരങ്ങ് മദ്രാസിലേക്ക് വണ്ടി കയറി, ഇന്നത്തെ ചെന്നൈയിലേക്ക് വണ്ടി കയറി. അപ്പോൾ അവർ വലിയ റിസ്ക് എടുത്തു. ഞാനൊക്കെ റിസ്ക് എടുക്കാൻ എനിക്ക് പല കാരണങ്ങളാലും എനിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഇടത്തരം കുടുംബത്തിൽ സാധാരണക്കാരനായിട്ട് എൻ്റെ അച്ഛൻ്റെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഉദ്യോഗസ്ഥനായി കാണുക. സർക്കാർ അച്ഛനെ പേടിയുണ്ടായിരുന്നു? പേടിയല്ല, ഒരു അച്ഛനോടൊക്കെ വലിയ ബഹുമാനം, ആദരവ്. പേടി എന്നുള്ളതിനപ്പുറം അച്ഛന് ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അച്ഛൻ, ഞാൻ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ഞാൻ രാത്രി പോയിട്ടുണ്ട്, പരിപാടികൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തൈക്കാട് താമസിക്കുമ്പോൾ ശാസ്താംകോവിലിൽ കമുകറ പുരുഷോത്തമൻ സാറിൻ്റെ ഗാനമേള, സാംബശിവൻ അവരുടെ കഥാപ്രസംഗം, ഇങ്ങനെയുള്ള പല പരിപാടികളും കാണാം. സാറ് അമ്പലങ്ങളിലൊക്കെ പരിപാടിയാണ്, അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? അമ്പലങ്ങളിൽ പ്രോഗ്രാമിൽ പിന്നീട് വിദ്യാർത്ഥിയായതിനു ശേഷം മാരവൻസ് കോളേജിൽ പഠിക്കുമ്പം അല്ലെങ്കിൽ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പ്രോഗ്രാമുകൾ സ്റ്റേജ് പ്രോഗ്രാം, ഹാസ്യകലാ പ്രകടനം എന്നാണ് അന്ന്. കോമഡി ഷോ എന്നൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വന്നത്. അന്ന് ഹാസ്യകലാ പ്രകടനം, ജഗദീഷ് കുമാറും സംഘവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ചെന്നൈയിലേക്ക് വണ്ടി കയറി റിസ്ക് എടുത്ത് അവിടെ കുറച്ച് നാൾ അവിടുത്തെ ചെന്നൈയിലെ പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് ഒരു കരിയർ എന്താവുമെന്ന് അവർക്കറിയില്ല. അന്ന് മോഹൻലാലിന് നടനാകും എന്ന പ്രതീക്ഷയിലാണ് അവിടെ കഴിയുന്നത്. അപ്പം ഞാൻ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സേഫ് ആവുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്നെക്കാളും കൂടുതൽ മാർക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ റിസ്ക് എടുത്തു, ജീവിതത്തിൽ റിസ്ക് എടുത്തു. വേറെ കാര്യം ചോദിച്ചോട്ടെ, സാറ് പറഞ്ഞില്ലേ സാറിന് സിനിമ തേടി വന്നാന്ന്, നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതിന്? അത് പറയാം. അതായത് ഇതിനകം ഞാൻ കോളേജിൽ MG കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ഈ സുരേഷ് കുമാറിൻ്റെ, നമ്മുടെ മേനക സുരേഷിൻ്റെ സഹോദരി ഉഷ ടീച്ചർ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ കോമേഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഈ സമയത്ത് പ്രിയദർശനും സുരേഷും സനലും ഒക്കെ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു, MG ശ്രീകുമാർ. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നി. ഒരു ദിവസം ഞാൻ കോളേജിൽ, അന്ന് സ്കൂട്ടറാണ് എൻ്റെത്, ഒരു ബജാജ് സ്കൂട്ടർ. ആ സ്കൂട്ടറിൽ ഞാനിങ്ങനെ പോകുമ്പോൾ സുരേഷ് സഹോദരി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് കാറിൽ ഇങ്ങോട്ട് വരുന്നു. ഞാൻ സ്കൂട്ടറിൽ ഇങ്ങനെ നിർത്തി. ഞാൻ പറഞ്ഞു, സുരേഷ് എല്ലാവരും സിനിമയിൽ കയറി. അപ്പോൾ ആ സമയത്ത് പ്രിയൻ എങ്ങനെ നീ മറക്കും, കുയിലിനെ തേടി, അങ്ങനെയുള്ള ചിത്രങ്ങൾക്കൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ നല്ലൊരു പേരെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഞാൻ സുരേഷിനോട് പറഞ്ഞത്, എല്ലാവരും സിനിമയിൽ കയറി. സുരേഷ് ആണെങ്കിൽ 1-2 ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും. ഒരു കൂലി എന്ന് പറഞ്ഞൊരു ചിത്രം, അശോക് കുമാറുണ്ട്, ഇവരുടെ കോമൺ ഫ്രണ്ട്, നമ്മുടെയൊക്കെ കോമൺ ഫ്രണ്ട് അശോക് കുമാർ ഡയറക്ടറായിട്ട് കൂലി എന്ന് പറഞ്ഞൊരു ചിത്രം അതിനിടയ്ക്ക് വന്നിരുന്നു. അതെ അതെ, മമ്മൂക്കയും രതീഷും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു എന്നെ മാത്രം സിനിമയെ കയറ്റിയില്ല. അപ്പോൾ സുരേഷ് പറഞ്ഞു, പ്രിയൻ ഹോട്ടൽ തിലക്കിൽ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വേഷങ്ങളുണ്ട്, ഓടിച്ചെല്ലര് ജഗദീഷ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം, 3:30 വരെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. 3:30 ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് തോന്നിയില്ല, കാണാൻ തോന്നിയില്ല. അതിന് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ പോയില്ല.
ഞാൻ എന്നിട്ട് കുറേ വെയിറ്റ് ചെയ്തു. കുറേ വെയിറ്റ് ചെയ്തെന്നുള്ളതല്ല, കുറേ കാലം ഞാനങ്ങ് എന്താ പറയുക, ഈ സിനിമയായിട്ടുള്ള ബന്ധമൊക്കെ വിട്ട് ടീച്ചിങ്ങുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ഒരു ആദ്യത്തെ ചിത്രത്തിനുള്ള ഓഫർ കിട്ടുകയാണ്. അതായത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ചിത്രം. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മോഹൻലാൽ എന്ന നടന് ബ്രേക്ക് കൊടുത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മോഹൻലാലിൻ്റെ ആ ഒരു വലിയ എൻട്രി നമുക്കൊക്കെ സന്തോഷമുള്ള ഒരു എൻട്രി ആയിരുന്നു, അഭിമാനമുള്ള എൻട്രി ആയിരുന്നു. മോഹൻലാൽ ക്ലിക്കായി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് MP തിയേറ്ററായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോയി കണ്ടു. എല്ലാവർക്കും വളരെ ആവേശമായിരുന്നു, സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാം കൈയടിച്ചു. അപ്പോൾ സാറേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായപ്പോൾ ലാലേട്ടനൊക്കെ ഒരുമിച്ചാണ് കണ്ടത്? അന്ന് ലാലിനെ അന്ന് കണ്ടു. അന്ന് ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ മോഹൻലാലും അപ്പച്ചൻ സാറും കൂടെ അവിടെ വരുന്നു. ഞാൻ ചോദിച്ചു, എന്താ ലാലേ ഇവിടെ? പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലേ? ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ വന്നത് ആകാശവാണിയിൽ ശങ്കറിന് ശബ്ദം കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയാണ് അപ്പച്ചൻ സാറുമായിട്ട് വന്നത്. അയ്യോ, അന്ന് ശങ്കറിന്റെ ശബ്ദമില്ലായിരുന്നോ? അപ്പോൾ ലാൽ ഒരു സ്റ്റാറായി എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ ഒരു 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 നല്ല ഫിഗറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ലാൽ എന്താ പറയുക, ചിത്രം വെളിയിൽ വന്നിട്ടില്ല. തിരനോട്ടം എന്ന് പറഞ്ഞൊരു പടം ലാൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസായില്ല. അതിൻ്റെ നിരാശ ലാലിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ശങ്കറിൻ്റെ വോയിസിൻ്റെ കാര്യം പറയാം. ശങ്കറിൻ്റെ വോയിസ് തിരക്കിയാണ് അവിടെ വന്നതെങ്കിലും പിന്നീട് ശങ്കർ തന്നെ ശബ്ദം കൊടുക്കുകയായിരുന്നു. പടം ഇന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ശങ്കറിന് വേറെ ആരെങ്കിലും വോയിസ് കൊടുത്താൽ നന്നാവും. ശങ്കറിന് ചെറിയൊരു തമിഴിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ലേ ആ കഥാപാത്രം ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അതിനുശേഷം റിലീസായി, പടം ഹിറ്റായി, ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. നവോദയ വീണ്ടും അപേക്ഷ ക്ഷണിക്കുന്നു, പുതിയ താരങ്ങളെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള അഭിനയ മോഹികളുടെ എല്ലാ മനസ്സിൽ അടുത്ത മോഹൻലാൽ ആവാനുള്ള തയ്യാറെടുപ്പാണ്. അതെ, എൻ്റെ ഫ്രണ്ട് പാരമൗണ്ട് സുരേഷ് ഇവിടെ സ്റ്റുഡിയോയിൽ, സുരേഷിൻ്റെ സ്റ്റുഡിയോയിൽ ചെന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കുറേ ഫോട്ടോ എടുത്ത് അപേക്ഷിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്ക് നവോദയ എന്ന് ഒരു ഫോൺ കോൾ കിട്ടുകയാണ്. ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് അധിക ദിവസമായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത്. നവോദയയിൽ വിളിക്കുന്നു, ഷൂട്ടിംഗ് വെച്ചിട്ടുണ്ട്, എറണാകുളത്ത് ചെല്ലണമെന്ന്. മനസ്സിൽ സ്വപ്നം കണ്ടത് അടുത്ത മോഹൻലാൽ പോലെ നരേന്ദ്രനെ പോലുള്ള ഒരു റോളൊക്കെ വില്ലനായിട്ടൊക്കെ ഗ്ലാസ്സൊക്കെ വെച്ച് വന്നിട്ട് അങ്ങനെയാണെന്ന് മനസ്സിൽ ഏതെങ്കിലും ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് വരും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ അപേക്ഷിച്ചിരിക്കുന്നത്. നാടകത്തിൽ മാരിവനസ് കോളേജിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു, മോണാക്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രൈസ് വിന്നറാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബയോഡാറ്റ ഒക്കെ ഉഗ്രം ബയോഡാറ്റയാണ്. അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ്, എൻ്റെ ഗുരുവായ വയലാവാസപിള്ള സാറിൻ്റെ സർട്ടിഫിക്കറ്റ്, ജി ശങ്കരപിള്ള സാറിൻ്റെ സർട്ടിഫിക്കറ്റ്, അതെല്ലാം ഉണ്ട്. ഇത് വെച്ചാണ് അയക്കുന്നത്. അപ്പോൾ ഈ അമ്മയുടെ മരണത്തിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞു, ഇങ്ങനൊരു അവസരം കിട്ടുകയല്ലേ, നവോദയ പോലുള്ള ഒരു ബാനറിൽ നിന്നും ഒരു ഓഫർ കിട്ടിയിരിക്കുകയല്ലേ, പോകാൻ പറഞ്ഞു. ഞാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നും ബസ് കയറി എറണാകുളത്ത് ചെന്നിറങ്ങുന്നു. നവോദയയിലാണ് ചെല്ലാൻ പറഞ്ഞത്, കാക്കനാടാണ്. അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്നും കാക്കനാട് വരെ ഒരു പ്രൈവറ്റ് ബസ് പിടിച്ച് പോകുന്നു. കാക്കനാട് നിന്നും എൻ്റെ അടുത്ത് വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അന്ന് തന്ന കോച്ചിങ് എന്ന് പറഞ്ഞാൽ നടനാവുന്നിടത്ത് ഒരു കാറൊക്കെ പിടിച്ച് പോകണം. അങ്ങനെ കാക്കനാടിൽ നിന്നും അന്നത്തെ ടാക്സി ചാർജ് എന്ന് പറഞ്ഞാൽ 15 രൂപയാണ്. 15 രൂപ മുടക്കി കാക്കനാട് നവോദയ സ്റ്റുഡിയോയിൽ ഞാൻ ചെല്ലുമ്പോൾ വിജനമാണ്, ആരുമില്ല അവിടെ, ഒറ്റ മനുഷ്യരില്ല. ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ. 15 രൂപയോ? എറണാകുളം വരെയുള്ള, എറണാകുളം ടു ട്രിവാൻഡ്രം ടു എറണാകുളം, എറണാകുളം ടു കാക്കനാട്, ആ ബസ് ഫെയറോ, അതെല്ലാം ഞാനിങ്ങനെ ആലോചിച്ച് ആരോ പറ്റിക്കാൻ വിളിച്ച് പറഞ്ഞാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പം വാച്ചർ അവിടെ ഉണ്ടായിരുന്നു. വാച്ചർ പറഞ്ഞു, ഇവിടെ ഒരു മെസ്സേജും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്നും PV ജഗദീഷ് കുമാറാണ്. ആ ആയിക്കോട്ടെ, അതുകൊണ്ട് അല്ല, ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു വിവരമില്ല. അങ്ങനെ നിരാശനായി എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങി നിന്നപ്പം ഒരു കാറ് വരുന്നു. അപ്പച്ചൻ സാറാണ്. നമസ്കാരം സാർ. ആ ആ എന്താണ് 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 ഞാൻ പറഞ്ഞു, ഇവിടെ നവോദയയുടെ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് ഇവിടെ ഷൂട്ടിങ്ങിന് വരണം എന്ന് പറഞ്ഞു. ആ ജോക്കുട്ടൻ വരും, ജോക്കുട്ടനോട് ചോദിച്ചാൽ മതി. ജിജോയാണ് ജോക്കുട്ടൻ. അപ്പോൾ ജിജോ വരുമ്പോൾ പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്, അന്നത്തെ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ വരുന്നു ആരാ? ജിജോ, അസോസിയേറ്റ് ഡയറക്ടർ രാജീവ് കുമാർ, എൻ്റെ സുഹൃത്താണ്. TK രാജീവ് കുമാർ, ആർട്ട് ഡയറക്ടർ ശേഖർ, റൈറ്റർ രഘുനാഥ് പലേരി അടങ്ങിയ ഒരു സംഘം വന്നിറങ്ങുന്നു.
അതിൽ എന്നെ പരിചയമുള്ളത് രാജീവ് കുമാറിനാണ്. പിന്നെ ആർട്ട് ഡയറക്ടർ ശേഖർ, അദ്ദേഹം വന്ന് ആകാശവാണിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വന്ന് എനിക്ക് ക്ഷേക്കാൻ്റെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ജഗദീഷിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് രാജീവ് കുമാർ ഞങ്ങളോട് പറയുന്നു. അതും രസകരമാണ്. എനിക്ക് വച്ചിരിക്കുന്നത് ഒരു 1.5 സീൻ. ഞാൻ നായകൻ്റെ വേഷമൊക്കെ സ്വപ്നം കണ്ട് വന്നിരിക്കുകയാണ്. അടുത്ത പ്രഭാ നരേന്ദ്രൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ 1.5 സീനേ ഉള്ളൂ. 1. 2, ഇതിൻ്റെ ഷൂട്ടിംഗ് നാളെയാണ്. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു അടുത്ത ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വീണ്ടും സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്താണ് ചെല്ലുന്നത്. നാളെയാണ് ഷൂട്ടിംഗ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഈ വേഷം വച്ചിരുന്നത് NF വർഗീസിന് വേണ്ടിയാണ്. NF വർഗീസിൻ്റെ അടുത്ത് ഈ റോളിനെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ഇത് ഏതെങ്കിലും ഹാസ്യ നടന്മാർക്ക് വിളിച്ചു കൊടുക്കും. അന്ന് വേറെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല അദ്ദേഹം. മിമിക്രിയിലെ ഒരു പ്രത്യേക അവതരണമാണ് അദ്ദേഹം കൂടുതൽ നടത്തുന്നത്. കൊച്ചി ഹരിശ്രീയില് കലാഭവനിലൊക്കെ. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് നിരാശ തോന്നി. പക്ഷേ അന്നേ അത് പറയാനുള്ള ആർജവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇതെനിക്ക് പറ്റിയ വിഷമൊന്നുമല്ല. അപ്പോൾ കൺഫ്യൂഷനിലായപ്പോൾ രാജീവ് കുമാറും ശേഖറും സജസ്റ്റ് ചെയ്താണ് തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ പെർഫോം ചെയ്യുന്ന ജഗദീഷ് കുമാർ എന്ന് പറഞ്ഞ കോളേജ് അധ്യാപകനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു വരുത്താമെന്ന് ഇവർ പറഞ്ഞിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ടെൻഷൻ എനിക്ക്, എൻ്റെ അഭിനയം ശരിയായില്ലെങ്കിലോ. അതുവരെ ഞാൻ ജീവിതത്തിൽ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിനയം ശരിയായില്ലെങ്കിലോ. അപ്പോൾ ഞാൻ രാജീവ് കുമാറിനോട് പറഞ്ഞു, ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നാളെ അതും എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ശരിയാവും. എക്സിബിഷൻ ഗ്രൗണ്ടിലാണ്. പിറ്റേ ദിവസം വിളിക്കുന്നു, ഈ സ്ക്രിപ്റ്റ് തന്നു. 1.5 സീൻ എന്ന് പറയാൻ കാരണമാണ് ആദ്യം 1 സീനായിരുന്നു. ഞാൻ റിഹേഴ്സലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർക്ക് തന്നെ തോന്നി, കാരണം ടിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ അനൗൺസ് ചെയ്യുന്ന വേറൊരാളായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റോള് വലുതാക്കാൻ വേണ്ടി 1.5 സീനാക്കി മാറ്റി. രഘുനാഥ് പലേരിയൊക്കെ കൂടെ ചേർന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് ഞാൻ തന്നെ, അനൗൺസ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഇപ്പം നിങ്ങൾ സീൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ആ സീൻ മീശയൊക്കെ വെച്ച് തന്നു. ആദ്യമേ ഒരു നല്ല മീശയൊക്കെ എടുത്ത് വെച്ച് തന്നു. ഞാനാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും 3Dയും കൂടെ ആകുമ്പോൾ. അപ്പോൾ 3D ആണെന്നുള്ള പിന്നീടാണ് മനസ്സിലാവുന്നത്. എന്തായാലും സീൻ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ടെൻഷൻ ഇല്ല. ഡയലോഗ് തെറ്റിയാൽ ഫിലിം വേസ്റ്റ് ആകും, അത്തരത്തിലുള്ള ഒരു ചിന്ത എനിക്കില്ല. എല്ലാം കൂളായിട്ട് ഞാൻ പറഞ്ഞു. ഡയലോഗ് ഒന്ന് വായിച്ചു നോക്കി, ഒരിക്കൽ ഒന്ന്, പിന്നെ നാടകത്തിൽ പരിചയ എക്സ്പീരിയൻസും നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കാം. എല്ലാം കറക്റ്റ്. ക്യാമറാമാൻ അശോക് കുമാർ ചോദിച്ചു, യു ആർ ആക്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഞാൻ പറഞ്ഞു യെസ് സർ. ഐ ഡോണ്ട് തിങ്ക് സോ, ഐ തിങ്ക് യു ആർ എക്സ്പീരിയൻസ്ഡ്. ഞാൻ പറഞ്ഞില്ല, നെവർ സർ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫിലിം. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്തുകൊണ്ട് അത്ഭുതം തോന്നി? ഷൂട്ടിംഗ് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഡയലോഗ് തെറ്റിച്ചേനെ, നെർവസ് ആയനെ. അപ്പം ടീന സെഞ്ചുറി ഒന്നുകൂടെ പറഞ്ഞു തന്നെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് കുഴപ്പമായനെ. ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഞാൻ കൂളായിട്ട് പറഞ്ഞു, ഫസ്റ്റ് ടേക്ക് എല്ലാം ഓക്കെ. പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ഞാൻ കൂളായിട്ടെല്ലാം പറഞ്ഞു. സന്തോഷമായി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഷേക്കാൻ്റെ ഒക്കെ തന്നു. അല്ല, അധ്യാപകനായതിന്റെ പേരിൽ ആ ഫസ്റ്റ് സീനി അത്രയും ഡയലോഗ് തന്നതുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽ ആയതിന്റെ പേര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് കാണുമല്ലേ? തീർച്ചയായിട്ടും. അധ്യാപകൻ എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന്. പിന്നെ ഈ ആകാശവാണിയിലുള്ള പരിചയം, പിന്നെ കോളേജിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ വരാം. കോളേജിൽ ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ 3 കൊല്ലം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. മാരിവനീസ് കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു. ഇപ്പോൾ എല്ലാ പരിപാടികൾക്കും അധ്യക്ഷം വഹിച്ചുള്ള ഒരു പരിചയമൊക്കെ ഉണ്ടല്ലോ, പ്രസംഗിച്ച് കുറച്ച് വാചകമൊക്കെ അടിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ റോള് നന്നായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആവേശം. അപ്പോൾ പിന്നെ പ്രിയനെ ചെന്ന് കണ്ടു. പ്രിയൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു, ബാക്കിയുള്ള വർക്ക് നടക്കുകയാണ്, ഡബ്ബിംഗ് ഒക്കെ നടക്കുകയാണ്. ആ ഡബ്ബിങ്ങിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഏകദേശമുള്ള ഡബ്ബിങ്ങും കഴിഞ്ഞു. പിന്നെ അതിനുശേഷമുള്ള എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് വീണ്ടും ഈ വിവരം ചെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് 3Dയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ പ്രിയൻ്റെ കൂടെ കൂടി എഡിറ്റിംഗ്. ഇപ്പോൾ പ്രിയനോട് ചോദിക്കുന്ന മുഴുവൻ അടുത്ത പടത്തിൻ്റെ കാര്യമാണ്. പ്രിയൻ പറയാം, ആദ്യം ഈ പടം ഒന്ന് ഇറങ്ങട്ടെ, നീ അതിനുമുമ്പ് അടുത്ത പടത്തിൻ്റെ ചാൻസ് ചോദിക്കാതെ. അല്ലെങ്കിൽ ഞങ്ങൾ റൈറ്റർമാർക്ക് അങ്ങനെ ഒരെണ്ണം എഴുതി തീർത്തിട്ട് ശേഷമേ അടുത്തതിനെ പറ്റി ചിന്തിക്കൂ. ചിലവർ അടുത്തത് എന്തായി അടുത്തത് അത് പിന്നെ റൈറ്റർമാർക്ക് പ്രോത്സാഹിപ്പിക്കൂല. തമാശ പറയുന്നതാണ്. പുള്ളി നല്ല ബെറ്റർ റൈറ്റാണ് കേട്ടോ. 9 പടമാണ് പട്ടാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം, എന്റെ നെഞ്ചത്ത് കയറാനുള്ള തമാശ നിന്റെ കയ്യിലുണ്ട്.